രമേശ് നാരായണന്റെ പെരുമാറ്റത്തിൽ തനിക്ക് ഒരു വിഷമവും പരിഭവവുമില്ലെന്ന് നടൻ ആസിഫ് അലി പ്രതികരിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായതിന്റെ പിരിമുറുക്കത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. രമേശ് നാരായണനുമായി ഫോണിൽ സംസാരിച്ചെന്നും അദ്ദേഹം മാപ്പ് പറയുന്ന അവസ്ഥയിലെത്തിയതിൽ വിഷമമുണ്ടെന്നും ആസിഫ് അലി. അദ്ദേഹവുമായി ഒരു പ്രശ്നവുമില്ലെന്നും തനിക്ക് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയെന്നും ആസിഫ് അലി പ്രതികരിച്ചു. വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു, വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡൻ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ്. അത് ഇന്നലെ ഉച്ചയ്ക്കാണ്, എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെൻറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ പ്രചാരണത്തിനായാണ് ആസിഫ് അലി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെത്തിയത്. രമേശ് നാരായണനുമായുള്ള വിവാദങ്ങൾക്കിടെയാണ് ആസിഫ് പൊതുവേദിയിലെത്തിയത്. വിവരങ്ങൾ നൽകാൻ അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആസിഫ് വളരെ പക്വതയോടെയാണ് പെരുമാറിയത്. ഇപ്പോൾ ആ വിഷയത്തിൽ പക്വതയോടുകൂടി ഒരു വിശദീകരണം കൂടി നൽകുന്നു. ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. എന്താണ് രമേശ് നാരായണൻ ആസിഫുമായി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്? ഇതോടുകൂടി ഈ വിവാദം ഇവിടെ അവസാനിക്കുകയല്ലേ? അങ്ങനെ അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് റോഷ്നി ആസിഫ് അലി മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമായി രമേശ് നാരായണൻ തന്നെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു നീക്കമായിട്ടല്ല അദ്ദേഹം അതിനെ കാണുന്നത്. മറിച്ച് വേദിയിലേക്ക് ആദ്യം രമേശ് നാരായണനെ ക്ഷണിക്കുന്നില്ല. പിന്നീട് ക്ഷണിക്കാൻ പറയുമ്പോൾ തന്നെ പേര് മാറി വിളിക്കുന്നു. അദ്ദേഹത്തിന് കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വേദിയിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ മനുഷ്യ സഹജമായി പലതരത്തിലൊരു പിരിമുറുക്കത്തിൻ്റെ നടുവിലായിരുന്നു രമേശ് നാരായണൻ. സ്വാഭാവികമായും അതിനിടയിൽ വന്ന ഒരു പ്രതികരണമായിട്ടാണ് താൻ അതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനം ഇതിന് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ആസിഫ് അലി പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ സംഭവം നടക്കുമ്പോൾ താനത് ഗൗരവത്തിലെടുക്കുകയോ അല്ലെങ്കിൽ തനിക്കതൊരു വിഷമമായി തോന്നുകയോ ഒരു വിവാദത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമായി താനത് കാണുകയോ ചെയ്തിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ കണ്ടപ്പോഴാണ് ഈ വിവാദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് എന്നുള്ളതാണ് ആസിഫ് അലി പറയുന്നത്. ഇന്നലെ തന്നെ രമേശ് നാരായണൻ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് ഫോൺ ഓഫായിരുന്നു. അതുകൊണ്ട് അദ്ദേഹവുമായി സംസാരിക്കാനായില്ല. ഇന്ന് രാവിലെ രമേശ് നാരായണനുമായി ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം പറയുന്നു. ഒരു ക്ഷമാപണത്തിൻ്റെ സ്വരത്തിലാണ് രമേശ് നാരായണൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആ തരത്തിലേക്ക് അത്രയും മുതിർന്ന ഒരു കലാകാരൻ തന്നോട് മാപ്പ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താൻ പാടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് നൽകുന്ന പിന്തുണ, ഒരു കലാകാരൻ എന്ന നിലയിൽ തന്നെ പിന്തുണയ്ക്കാൻ ആളുള്ളതിൽ തനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ആ പിന്തുണയും ആ സപ്പോർട്ടും രമേശ് നാരായണനെതിരെ ഒരു വെറുപ്പിൻ്റെ പ്രചരണമായി മാറാൻ പാടില്ല എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൂടിയാണ് ഈ പരിപാടിയിലുടനീളം അദ്ദേഹം ആസിഫ് അലി പ്രകടിപ്പിച്ചത്. ഈ വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ ആരവങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. വി ആർ വിത്ത് യു ആസിഫ് അലി എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു കോളേജിലെ വിദ്യാർത്ഥികൾ ആസിഫ് അലിയെ സ്വീകരിച്ചത്. അപ്പോഴും ആ വേദിയിലും അദ്ദേഹം പറഞ്ഞത് തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വെറുപ്പായി പ്രചരണമായി മാറരുത് എന്നൊരു അപേക്ഷ അദ്ദേഹം അവിടെയും നടത്തി. പിന്നീട് വിശദമായ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതേ ഒരു പ്രതികരണമാണ് നടത്തിയത്. ആ അധ്യായം അടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ ആസിഫ് അലി പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു. അത് ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും ആയിരുന്നില്ല, പിന്നല്ലേ അത് ക്ലോസ് ചെയ്യാനെന്നൊരു പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധമോ പ്രശ്നങ്ങളോ
തങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ രമേശ് നാരായണന് പുരസ്കാരം നൽകാൻ ഒരു അവസരം ലഭിച്ചാൽ അതിനെ വലിയ അഭിമാനമായി കാണുന്നു എന്നും ആസിഫ് അലി പറയുന്നു. പക്വതയോടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ നടത്തിയത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണം, രമേശ് നാരായണനെതിരായിട്ടുള്ള പ്രചരണം നിർത്തണം എന്നൊരു ആഹ്വാനവും അപേക്ഷയുമാണ് എന്തായാലും ആസിഫ് അലി ഈ ഇന്ന് വിവാദങ്ങളോട് നടത്തിയത്. ആസിഫ് അലി പ്രതികരിച്ചത്, പെരുമാറിയതിനൊക്കെ കൈയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ.